ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ റമദാൻ വിശേഷങ്ങൾ. അത് വെള്ളിയാഴ്ച വിശേഷം. നമ്മൾ ആദ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായിരുന്നില്ല, 11-ാമത്തെ നോമ്പ് അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 10 കഴിഞ്ഞു അല്ലേ, രണ്ടാമത്തെ 10 കടന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജ്യൂസ് നല്ല തണുപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ വെക്കുവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പൊതുവേ വോൾട്ടേജ് കുറവാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലും ടൈം എത്ര ഏകദേശം ഒരു 1:30 ആയിട്ടോ. എന്നാൽ തന്നെ തണുപ്പായി കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ജ്യൂസ് അടിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമ്മളോട് കമന്റിൽ പറഞ്ഞിരുന്നു കേട്ടോ, മാങ്ങ ജ്യൂസിക്ക് പാല് ചേർക്കൂല എന്നുള്ളത്. ഇന്ന് നമ്മള് പാല് ചേർക്കാൻ പറ്റൂല എന്നുള്ളത്, ചേർക്കൂല എന്നല്ല, ചേർത്തടിക്കണമല്ലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിന്ന് ഇതിക്ക് പാല് ചേർക്കാതെ തണുത്ത വെള്ളത്തിലാണ് കേട്ടോ അടിക്കണത്. പറ്റൂല അത്രേ, എനിക്കറിയില്ല എന്താണ്. അപ്പോ എന്താണ് ആ മാങ്ങ ഒന്നാ തരൂ, തടുത്ത മാങ്ങ. ഇവിടെ ഞങ്ങളെ കുടുംബണി ഉണ്ട് കേട്ടോ, ഓന് മാങ്ങ വേണം. എന്തിയെ തിന്ന് വേണ്ട, മതിയായി. എന്റെ പൂതിപ്പോ എന്ത് സ്വർണ്ണക്കട്ടേന്നാ തന്നെയാണ് വാങ്ങി. വേണ്ട, ഓന് വേണ്ട കേട്ടോ. പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മള് വീഡിയോ എടുക്കുമ്പോ ഓരിങ്ങനെ പുറത്ത് നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് കടി? പുട്ടും ചിക്കൻ കറി, പപ്പടം മിന്നുവിന് പപ്പടം. അങ്ങനെയാണ് സ്നാക്സ്. ഇതാ നമുക്കിന്ന് സമൂസയും പപ്പാടിയാണ് കേട്ടോ. അന്നേരം കൊറേ സമൂസ നമ്മള് ചുറ്റി വെച്ചിരുന്നല്ലോ, കുറച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടോ. പിന്നെ ഇത് ഫോണ് ഞാൻ നടക്കണില്ലല്ലോ, ഞാൻ ടേബിളിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ അടക്കല്ലേ. ആയി വേണ്ട മിന്നുവാ ചെറുക്കനെ ഇപ്പൊ കാട്ടിത്തരാൻ പറ്റൂല കേട്ടോ, ആള് ഫുള്ള് യൂണിഫോമില്ല. അതാണ് ഞങ്ങൾ ചെറുക്കനെ ഞങ്ങള് കാട്ടിത്തരാത്ത. കുടുംബണിയെ കുടുവിന് ഭയങ്കര ചൂടാ. എന്താ മീന ഇത് കട്ട് ചെയ്യാൻ പറ്റണ്ടേ? അങ്ങനെ കണ്ണ് ചിമ്പിക്കളാ. അങ്ങനെ പക്കോടക്കും നമുക്ക് നേരത്തെ കൂട്ടിക്ക. പിന്നെ ഒരു 3:30 അല്ല പോരാ, 3 മണിക്കൊക്കെ വന്നാ മതി. 3:30 എന്താ പുട്ട് ചൂടണം, അടുപ്പത്ത് വലിയ പണിയില്ലെങ്കിലും പുട്ട് ചൂടണം, കറി ഉണ്ടാക്കണം, ചോറ് വെക്കണം, പപ്പടം പൊരിച്ചണം, തന്നെ ചക്രസാസം വലിച്ചുക്കണം. പണി ഒരു ഗ്രേറ്റ്. ചുണ്ടുമാ കേട്ടോ. നമുക്കിന്ന് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി പുട്ടുമാണ്. അപ്പൊ ദാ ചിക്കൻ ഇവിടെ കറിക്കുള്ളത് സെറ്റാക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കട്ടോ. ചിക്കൻ കറി ഇതേ നമ്മളിവിടെ വെച്ചു. ഇത് നമ്മൾ പുട്ടിനുള്ള വെള്ളമാണ് കേട്ടോ. നമ്മൾ ചുടുവെള്ളത്തിലാണ് പുട്ട് കുഴച്ചെടുക്കുക. ഇത് അങ്ങനെയല്ലേ വയ്ക്കല്? ചുടുവെള്ളത്തിലല്ലേ വയ്ക്കല്? അപ്പൊ ഇതിവിടെ തിളക്കട്ടെ കേട്ടോ. അപ്പൊ ഇതേട്ടോ പുട്ട് ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുഴക്കല് കഴിഞ്ഞിട്ടില്ല. ഇവിടെ തേങ്ങ ചിരകി കഴിഞ്ഞു. അപ്പൊ ഇനി അത് ഫുൾ കുഴച്ചെടുക്കട്ടെ. നമ്മുടെ കറിക്കുള്ള തേങ്ങയാണ് കേട്ടോ. തേങ്ങ വറുക്കുവാണ്. ചിക്കൻ കറി ആകുമ്പോ പിന്നെ നമുക്ക് തേങ്ങ വറുക്കണം കേട്ടോ. ബീഫ് ആകുമ്പോ വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷേ ചിക്കൻ കറിക്ക് അതില്ല കേട്ടോ, വറുത്ത തേങ്ങയാണ് ടേസ്റ്റ്.
അപ്പം അങ്ങനെ ഇതാ അവിടെ തേങ്ങ വറവ് ആയിട്ട് അപ്പം അത് മാറ്റിയതാ നമ്മൾ പുട്ടും കുറ്റി വെച്ചു. പിന്നെ അതാ നമ്മൾ ചോറ്റിനുള്ള വെള്ളം വെച്ചു കേട്ടോ. ഇവിടെ അതാ ഷാന തേങ്ങ ചിരകുന്നുണ്ട്. പെട്ടെന്ന് പണി തീർക്കുക കേട്ടോ. നമ്മളെ കുടുംബണി നീച്ചിട്ടില്ലോ, നീച്ചുമ്പോഴേക്ക് ഏകദേശം നമുക്ക് ഒരുക്കാൻ പറ്റണിടത്തോളം ഒരുക്കണം. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ നീച്ചരുതെന്ന് പറഞ്ഞിട്ടാ നീച്ചാക്കോ. എന്നതിനോ ഉറങ്ങാൻ തന്നെ വൈകിയില്ലേ. എന്നിട്ടോ പുട്ട് ഇവിടെ ആയിക്കൊണ്ടിരിക്കണു. കറി റെഡി, ചിക്കൻ കറി ചിക്കനായി. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചിക്കനായി. ഇനി ഇത് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. പുട്ടാകുമ്പോ അത്യാവശ്യം നല്ല കറി വേണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞങ്ങളെ കുടുംബനും ചീച്ചു ഒക്കെ കഴിഞ്ഞ് ചീച്ചിക്കണു. പെണ്ണുങ്കട്ടെ ഒക്കെ കഴിഞ്ഞ് ചീച്ചിക്കണ്. ഏയ് ഇനി എന്താ ചായ വേണ്ടേ? ചായയും പുട്ടും തിന്നാണോ? പുട്ടതവിടെ എന്തേട്ടോ പയറും ഇവിടെ അടിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിന്ന് പോവുകയാണ്. ഞാനിന്ന് നോമ്പ് വെക്കാൻ പോവുകയാണ്. ഇജ്ജ് പോരണം ചെപ്പം. എടാ അമ്മതേ പോരണോ? കൊത്തുമണിയേ കിട്ടിയോ? ഇപ്പൊ ഇതാ അങ്ങനെ നമ്മുടെ എൻ്റെ എല്ലാ വോയിസിനും വരില്ല എപ്പതാന്ന്. അപ്പോൾ അത് നിർത്താൻ പറ്റൂല കേട്ടോ. അത് നമ്മളെ കൂടപ്പറപ്പായി പോയി. അങ്ങനെ ഞങ്ങളെ പുട്ട് ചുടൽ കഴിഞ്ഞിട്ടാ. ഇതിവിടെ സെറ്റ്. ഇനി അടുത്ത അങ്കത ഇവനെ കൊണ്ടാണ് കേട്ടോ പക്കോട ഇതുണ്ടാക്കട്ടെ. അപ്പൊക്ക് ഇതാ അവിടെ ശാന മുരിങ്ങ ഊരിനുണ്ട്. പയറിവിടെ കട്ട് ചെയ്ത് വെക്കൽ കഴിഞ്ഞിരിക്കണം. എല്ലാം പെട്ടെന്ന് കഴിക്കുകയാണ്. ഇതാ അപ്പൊ ഞങ്ങൾ പക്കോട ചുടുകയാണ് കേട്ടോ. ഇപ്പൊ ഇബലൊക്കെ നിർത്തിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഒരു ഞങ്ങളെ കൊണ്ടുപോകാതെ ആദ്യം പോയി. ലമിയെ നിങ്ങൾ പോയില്ലേ? മുത്തമ്മാനെ കൊണ്ടുപോകാതെ പോയില്ലേ? ഇതൊന്നും വേണ്ടല്ലോ. ഓളാദ്യേ പറഞ്ഞേക്കണു നിങ്ങൾ നിങ്ങൾക്ക് എടുത്തേക്കൂലാണ്. അല്ല താത്ത പറഞ്ഞിക്കുക മൂത്താപ്പാനോട്. പറഞ്ഞിക്കുക. അപ്പൊ അങ്ങനെ ഇതാ നമ്മള് ഇത് കറിക്കുള്ളതാണ് കേട്ടോ. ഓനുള്ള പാമ്പേഴ്സാണത്. ഓ ഉള്ളി വാട്ടി ഉള്ളി മുപ്പിച്ചട്ടോ. പിന്നെ കറിയും വെക്കണം. അപ്പൊ ഇതാ താഴത്തെ ഏകദേശം ഒട്ടുമിക്ക പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ജസ്റ്റ് നമുക്ക് ഉപ്പേരി വെക്കണം, ഒരു മീൻ പൊരിക്കണം, ചായ ഉണ്ടാക്കണം, അത്രയുള്ള പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകണമെന്നല്ല, നമ്മൾ കുഞ്ഞിൻ്റെ വീട്ടിൽ കേട്ടോ. ഞാനും കാക്കുവാണ് കേട്ടോ പോണത്. മറ്റൊരു ഫസ്റ്റത്തെ നോമ്പിന് അവിടെ ആയിരുന്നു കേട്ടോ അല്ല നോമ്പ് തറ. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. മിന്നും ഇല്ല കേട്ടോ, അവൾക്ക് ക്ലാസ് ഉണ്ട്, കേൾക്കണം, എക്സാം ആണ് നാളെ. അപ്പോൾ ക്ലാസ് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓളും പോരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും കാക്കും അങ്ങോട്ട് പോവാണ്. ഇന്നത്തെ നോമ്പ് തറ അവിടെയാണ് കേട്ടോ. ഇതാ നമ്മളിവിടെ എത്താനായിട്ടോ. ഭയങ്കര കടുകടൂണ്. അപ്പൊ അങ്ങനെ നമ്മള് നോമ്പുതറൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാന് അവിടുന്ന് നോമ്പുതറക്ക് എന്തൊക്കെയാന്ന് ചോദിച്ചാല് പലഹാരമായിട്ട് സമൂസയും പഴംപൊരി കേട്ടോ. പിന്നെ വത്തക്ക ഉണ്ടായിരുന്നു, ജ്യൂസ് 2 ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ഐറ്റം ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് ഒരു 9 മണിക്കാണ് കേട്ടോ. പിന്നെ അവിടെ എത്തി മിന്നു കുറച്ച് നേരം ക്ലാസ്സൊക്കെ ഫോണിൽ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോഴാണ് ഞാനിപ്പോൾ ഫ്രഷ് ആവാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കെന്ന് പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ പുട്ടും ചിക്കൻ കറിയും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഒക്കെ കഴിച്ച് പോന്നു. ഇനി നമുക്ക് അത്താഴത്തിന് കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ അത്താഴത്തിന് ഈച്ചിക്കട്ടോ. ഒന്ന് ഞങ്ങൾ കുടുംബം ചീച്ചിക്കുന്നു അല്ലേ?
ചുടുമണിയെ ഓന് നോമ്പ് തുറക്കെഴുതിങ്ങാണ്ട് മേശമ്മ കൂക്കുണ്ട് ഓലൊക്കെ ഇരിക്കണുണ്ട്. അപ്പോൾ ഓനോട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഞങ്ങൾക്കുള്ളത് എന്താ വെച്ചാൽ മുത്തമ്മാക്കും കുട്ടിക്കുള്ളത് ഇതാ മാങ്ങ ജ്യൂസ്, മാംഗോ ജ്യൂസും ഇതുപോലെ മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത്താഴം കഴിക്കണം അല്ലേ? ഞാൻ ടാറ്റെടുത്താ പിന്നെ ടാറ്റെടുത്താണ് ടാറ്റ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചാറ്റ് കൊടുത്ത പൊന്നെ വിളിക്കുക, ചാറ്റ് കൊടുത്ത ചാറ്റ് കൊടുക്കുക. ഇപ്പം ടാറ്റക്കൊന്നും സാറില്ല. അതാ ഞങ്ങൾ ടാറ്റ കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ?